ഇന്ന് നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ ഗോപിനാഥ് മുതുകാട് നമുക്ക് കഥ പറഞ്ഞു തന്നു, കുറെ നല്ല മെസ്സേജ് പാസ് ചെയ്തു, ചിരിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സ് തണുപ്പിച്ചു. എന്നാൽ വാട്ട് വി നീഡ് ഫ്രം ഹിസ് ഇസ് മാജിക്. കാണണ്ടേ? Louder, do you want to watch Professor Gopinath Mudugat perform? Okay, sir. Sir, ഇന്നിവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ടാണ് എത്തിയിരിക്കുന്നതെന്ന് അറിയാം. കാശ്മീർ മുതൽ കേരളം വരെ മാജിക് കാണിച്ചില്ലേ ദുബായിൽ ഞങ്ങൾക്ക് വേണ്ടി, സ്കോട്ടയിലെ ഈ ഒരു സ്കോട്ട ഫെസ്റ്റിന് വേണ്ടി. If you could please come on stage and perform an act, please. Come on, this is upon our request that he is performing. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഞാൻ ഉദ്ഘാടന പരിപാടി എന്ന് പറഞ്ഞപ്പോൾ ഒരു മാജിക്കിൻ്റെ ഒരു പ്രതീക്ഷയിലല്ല വന്നത്. അതിലപ്പുറം ഒരു മാജിക്ക് നടത്താനുള്ള ഒരു സജ്ജീകരണമോ സ്റ്റേജോ അല്ല ഇത്. അതുകൊണ്ട് ദയവായി ക്ഷമിക്കുക. വലിയൊരു മാജിക്കൊന്നും പ്രതീക്ഷിക്കരുത്. വെറുതെ ചെറിയ നുറുങ്ങ് ജാലവിദ്യകൾ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുമെന്ന് മാത്രം. ഈ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന സർ സെയ്ദ് കോളേജിൽ പഠിച്ച എല്ലാ ആളുകളുടെയും മനസ്സ് കുട്ടിക്കാലത്തേക്ക് പോയതുപോലെ എൻ്റെ ഓർമ്മയും ആദ്യം കണ്ട ഇന്ദ്രജാലങ്ങളിലേക്ക് യാത്രയാവുകയാണ്. ഞാൻ ആദ്യം കണ്ട മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ദിവസം എൻ്റെ ഗുരുനാഥനെ അന്വേഷിച്ച് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ജനലഴികൾക്കിടയിലൂടെ ഞാൻ ആദ്യം കാണുന്ന മാജിക് എന്ന് പറയുന്നത് എൻ്റെ ഗുരുനാഥൻ അകത്തിരുന്നു കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ജാലവിദ്യയാണ്. പ്രാക്ടീസ് ചെയ്യുന്ന ജാലവിദ്യ എന്ന് പറയുന്നത് കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മാജിക്കാണ്. വളരെ നിസ്സാരമായിട്ട് അദ്ദേഹം ചെയ്തത്, ചെയ്ത അതേ രൂപത്തിൽ തന്നെ നമ്മുടെ കാണിക്കാൻ പോവുകയാണ്. അദ്ദേഹം ചെയ്തത്, ഒരു ഡെക്ക് കാർഡിൽ നിന്നും 1, 2, 3, 4, 5, 6 കാർഡുകൾ അദ്ദേഹം എണ്ണിയെടുത്തു. ഈ 6 കാർഡുകൾ എണ്ണിയെടുത്തതിന് ശേഷം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം വീണ്ടും എണ്ണി കാണിക്കുന്നുണ്ട്. 1, 2, 3, 4, 5, 6. ഈ 6 കാർഡിൽ നിന്നും അദ്ദേഹം 1, 2, 3 കാർഡുകൾ ഇങ്ങനെ താഴേക്ക് എണ്ണിയിട്ടു. വീണ്ടും അദ്ദേഹം എണ്ണുന്ന സമയത്ത് 1, 2, 3, 4, 5, 6 കാർഡ് വീണു. പക്ഷേ സത്യം പറയാം, ഇന്നും ഈ മാജിക്കിൻ്റെ സീക്രട്ട് എന്താണെന്ന് എനിക്കറിയില്ല. ഈ മാജിക് എനിക്ക് ചെയ്യാനും അറിയില്ല. പക്ഷേ അദ്ദേഹം വളരെ വിദഗ്ധമായിട്ട് ചെയ്യുന്നു. 1, 2, 3, 4, 5, 6 കാർഡുണ്ട്. അതിൽ നിന്നും അദ്ദേഹം 1, 2, 3 കാർഡുകൾ എണ്ണിയിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് 1, 2, 3, 4, 5, 6 കാർഡ് വീണ്ടും വരുന്നു. എനിക്കറിയില്ല എങ്ങനെയാണ് ചെയ്യുന്ന ഒരു ഐഡിയ എനിക്ക് കിട്ടിയില്ല. ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ സാധാരണ എണ്ണി കഴിഞ്ഞാൽ ഇങ്ങനെയല്ല വരും. അദ്ദേഹം എണ്ണുന്ന സമയത്ത് അതിനകത്ത് നിന്ന് 1, 2, 3 കാർഡുകൾ കൂളായിട്ട് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6 കാർഡുകൾ വീണ്ടും വരുന്നു. ആ കൺഫ്യൂഷനായി പോകുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3 കാർഡുകൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ എത്ര കാർഡ് ഉണ്ടാവും? 1, 2, 3 കാർഡേ ഉണ്ടാവുള്ളൂ. പക്ഷേ അദ്ദേഹം കൗണ്ട് ചെയ്യുന്ന സമയത്ത് 1, 2, 3 കാർഡുകൾ മാറ്റിക്കഴിഞ്ഞാൽ അതിനകത്ത് 1, 2, 3, 4, 5, 6 കാർഡ് വീണ്ടും വരുന്നു. ഇപ്പോഴും സത്യം പറയാം, ഈ മാജിക്കിൻ്റെ സീക്രട്ട് എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെന്നുള്ളത്. ആൻഡ് യു വാണ്ട് മോർ മാജിക്? 1, 2 ചെറിയ പൊടിക്കകൾ കേട്ടോ. ഞാൻ ആ ബ്രീഫ് കേസും തരുമോ? ഇതിനകത്ത് കാര്യമായിട്ട് മാജിക് ഉണ്ടെന്ന് കരുതരുത്. എൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഇതിനകത്ത്. ഞാൻ പോരുന്ന വഴിക്ക് എടുത്താണ്. അതിനകത്ത് ചെറിയ ചെറിയ പൊടിക്കൈകളുണ്ട് എന്ന് മാത്രം. ആ പൊടിക്കൈകൾ മാത്രമാണ് കാണിക്കുന്നത്. എന്നും ഇഷ്ടപ്പെടുന്ന ഒരു ഫേവറേറ്റ് മാജിക്, ഞാൻ ഇഷ്ടപ്പെടുന്നൊരു ഫേവറേറ്റ് മാജിക്, ഇത് ഇന്നത്തെ ഗൾഫ് ന്യൂസ് പത്രം. ഈ പത്രത്തിൻ്റെ ഷീറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിനകത്ത് 4 ഷീറ്റാണുള്ളത്. 1,
2 3 4 4 ഷീറ്റ്. ഈ 4 ഷീറ്റുകൾ ചേർത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് ഞാനിതിനെ ഒന്നാകെ ഇങ്ങനെ കീറി മുറിച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ 4 ഷീറ്റുകളായി പേപ്പറിൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ ഈ പേപ്പറിന് ചേർത്ത് വയ്ക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി കയറിക്കഴിഞ്ഞാൽ ഈ പേപ്പറിന് നടുവിൽ കയറിക്കഴിഞ്ഞാൽ വീണ്ടും ചെറിയ ചെറിയ പീസുകളായിട്ട് ഈ പേപ്പർ മാറുന്നത് നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി കീറുന്നു. ഈ പേപ്പർ ധാരാളം നുറുങ്ങ് പീസുകളായിട്ട് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കീറുന്ന ശബ്ദം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പേപ്പർ ധാരാളം നുറുങ്ങ് പീസുകളായി എന്നുള്ള കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയാണ് മാജിക് സംഭവിക്കാൻ പോകുന്നത്. വാച്ച് കെയർഫുള്ളി. നമ്പർ 1, 2 ആൻഡ് താങ്ക് യു വെരി മച്ച്. ഇനി രണ്ടാമതൊരു കാര്യം കൂടി, ഒരു ചെറിയ മാജിക് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത്രയും കുട്ടികൾ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് അവർക്കൊരു ചെറിയ മാജിക്. പക്ഷേ ഈ മാജിക് പഠിക്കാൻ എത്രമാത്രം യോഗ്യതയുണ്ട്, നിങ്ങൾക്ക് എത്രമാത്രം പെട്ടെന്ന് പിക്ക് ചെയ്യുന്ന ഒരൊറ്റ കുട്ടി സ്റ്റേജിലേക്ക് വരണം. ഒരാൾ മാത്രം കേട്ടോ, ഒരാൾ. വെരി ഗുഡ്. എന്താ പേര് മോളുടെ? സഫ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സഫ, അങ്കിൾ ഒരു ചെറിയ മാജിക് കാണിക്കുകയാണ്. ചെറിയ മാജിക്. ആ മാജിക് അങ്കിളിനോടൊപ്പം ചെയ്യണം കേട്ടോ. ഇവിടെ അങ്കിളുടെ കയ്യിൽ 2 ഗ്ലാസ് ഉണ്ട്, കണ്ടല്ലോ, 2 ഗ്ലാസ് ഉണ്ട്. മോള് ചെയ്യേണ്ടത് കുറച്ച് വെള്ളം, സഫ, അങ്കിളുടെ കയ്യിൽ 2 ഗ്ലാസ് ഉണ്ടല്ലോ. ഓക്കെ, ഇനി ഇതിനകത്തും അങ്കിൾ കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി സഫ ചെയ്യേണ്ടത് ഈ കൈ ഇങ്ങനെ വലത് കയ്യിൽ നീട്ടി പിടിക്കുക, വലത് കയ്യിൽ ഇങ്ങനെ പിടിക്കുക, അടിയിൽ. ഇനി സഫ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അങ്കിൾ ചെയ്യുന്ന അതേമാതിരി ചെയ്യണം കേട്ടോ. മാജിക് പഠിക്കാൻ റെഡിയല്ലേ? ആദ്യം ഇങ്ങനെ പിടിച്ചു, അതിനുശേഷം പതുക്കെ ഗ്ലാസ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചുഴറ്റണം. വെരി ഗുഡ്. 1ാം ഘട്ടം ഓക്കെയാണ്. ഇനി 2ാം ഘട്ടം തല ഇങ്ങനെ ആട്ടണം. ഇനി ബാക്ക്. പ്ലീസ്, മാജിക് പഠിക്കാൻ എത്രമാത്രം യോഗ്യത ഉണ്ടെന്നാണ് നോക്കുന്നത് കേട്ടോ. നീട്ടി പിടിക്കണം മോളെ. ഇനി അങ്കിൾ ചെയ്യുന്നത് പോലെ 1 2 3 എന്ന് പറയുമ്പോൾ പതുക്കെ ഈ സൈഡിലേക്ക് കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ പതുക്കെ കറങ്ങണം കേട്ടോ. 1 2 3 സ്റ്റാർട്ട്. മെല്ലെ സ്റ്റാർട്ട് ചെയ്തു. പെർഫെക്റ്റ്. ഇവിടെ നിർത്താം, ഫ്രണ്ടിലേക്ക് നിർത്താം. വെരി ഗുഡ്. ഒരു പ്രാവശ്യം കൂടി നമുക്ക് കറങ്ങാം. പതുക്കെ കറങ്ങിയാൽ മതി. സ്റ്റാർട്ട്. വളരെ ഫാസ്റ്റാണ്, അത്ര വേണ്ട. സ്ലോ ആയിട്ട് ചെയ്താൽ മതി. ഇങ്ങനെ പിടിക്കേ, സ്ലോ ആയിട്ട് പതുക്കെ. 1 മെല്ലെ. ഓക്കെ, പിടിച്ചല്ലോ അല്ലേ? ഇനി മോൾ ചെയ്യേണ്ടത് ഗ്ലാസിനെ മേലോട്ട് ഉയർത്തിയിട്ട് 1 2 3 എന്ന് പറയുമ്പോൾ ഇതുപോലെ കമിഴ്ത്ത്. അപ്പോൾ മാജിക് പഠിക്കാൻ യോഗ്യത ഉണ്ടെന്നുള്ള കാര്യം ഓക്കെ അല്ലേ? ഇനി ഒരു ചെറിയ മാജിക് പഠിപ്പിച്ചു തരാം കേട്ടോ. എല്ലാവരും നോക്കിക്കോണം. ട്രിക്കാണ് പറഞ്ഞുതരാൻ പോണത്. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ചെറിയ മാജിക്. ഒരു വെള്ള കാർഡ് ഉണ്ടാക്കുക. ആ കാർഡിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഡയമണ്ട് പുള്ളി വരച്ചു വയ്ക്കുക. കണ്ടല്ലോ, ഒരേ ഒരു ഡയമണ്ട് പുള്ളി. മറുഭാഗത്ത് സാധാരണ ഷീറ്റിനെ പോലെ ഡയമണ്ട് അല്ല, നേരെ മറിച്ച് 4 ഡയമണ്ട് ഉണ്ട്. 1 2 3 4. കണ്ടല്ലോ. ഇനി വീണ്ടും 1ാമത്തെ ഭാഗം നോക്കുന്ന സമയത്ത് അവിടെ 1 അല്ല 3 ഡയമണ്ട് ആയിട്ടുണ്ട്. 1 2 3. വീണ്ടും അടുത്ത ഭാഗം നോക്കുന്ന സമയത്ത് 4 അല്ല 6 ആണ്. 1 2 3 4 5 6. കണ്ടോ? ഇങ്ങനെ ഡയമണ്ട് പുള്ളികളുടെ എണ്ണം നിമിഷ നേരം കൊണ്ട് ഇരട്ടിക്കുന്ന ഒരു ജാലവിദ്യയാണ് കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം. 1 4 3 6. എങ്ങനെയാണ് മാജിക് അവതരിപ്പിച്ചത്? പലർക്കും മനസ്സിലാക്കാൻ പറ്റി. കണ്ടോ, ചിലർ കൈ പൊക്കുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റി. 1 എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഒരു പുള്ളിയല്ല, നേരെ മറിച്ച് എത്ര പുള്ളിയുണ്ട്?
2 പുള്ളിയുണ്ട്. രണ്ടാമത്തെ പുള്ളിയെ വലത് കൈയിൻ്റെ 4 വിരൽ ഉപയോഗിച്ച് ഞാനിങ്ങനെ മറച്ചു പിടിച്ചതാണ്. അതാണ് പറഞ്ഞത് ഏതൊരു മാജിക്കിനും ഒരു മറയുടെ സഹായം ആവശ്യമുണ്ടെന്നുള്ളത്. മറുഭാഗം കാണിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു 4 എന്ന് പറയുന്ന സമയത്ത് എത്ര പുള്ളിയുണ്ട്? 5 പുള്ളിയുണ്ട്. 5ാമത്തെ പുള്ളിയെ ഈ വിരൽ ഉപയോഗിച്ച് മറച്ചു പിടിച്ചതാണ്. മനസ്സിലായല്ലോ? വീണ്ടും മറുഭാഗം കാണിച്ചുകൊണ്ട് നിങ്ങളോട് ഞാൻ 3 എന്ന് പറയുന്നു. 3 എന്ന് പറയുന്ന സമയത്ത് എത്ര പുള്ളിയുണ്ട്? 2 പുള്ളിയേ ഉള്ളൂ. 3ാമതൊരു പുള്ളി ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ കൈകൊണ്ട് മറച്ചു പിടിച്ചാണ്. സത്യത്തിൽ അവിടെ ബ്ലാങ്ക് ആണ്. മനസ്സിലായല്ലോ? ഇവിടെ മനുഷ്യൻ്റെ പ്രതിസാമ്യതാ ബോധമാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഒരു പുള്ളി ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പുള്ളി ഉണ്ടായിരിക്കണം എന്നുള്ള നമ്മുടെ വെറുതെയുള്ള നിർബന്ധ ബുദ്ധി. മറുഭാഗം കാണിച്ചുകൊണ്ട് 6 എന്ന് പറയുന്ന സമയത്ത് എത്ര പുള്ളിയുണ്ട്? 5 പുള്ളിയേ ഉള്ളൂ. 6ാമത്തെ പുള്ളി ഉണ്ടെന്നൊരു തോന്നലുണ്ടാക്കാൻ വേണ്ടി വെറുതെ കൈകൊണ്ട് മറച്ചു പിടിച്ചതാണ്. മനസ്സിലായല്ലോ? അതായത് ഒരു ഭാഗത്ത് 2 പുള്ളിയും മറുഭാഗത്ത് 5 പുള്ളിയുമുള്ളൊരു ഷീറ്റ് ഉണ്ടാക്കുക, എന്നിട്ട് ഭംഗിയായിട്ട് മാജിക് അവതരിപ്പിക്കുക. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായെങ്കിൽ ഇങ്ങോട്ട് പറയണം. 1 എന്ന് ഞാൻ പറയുന്നത് എത്ര പുള്ളിയുണ്ട്? ഉറച്ചു പറയണം. പക്ഷേ മാജിക്കിൻ്റെ മന്ത്രമുണ്ട്. ഹോക്കസ് പോക്കസ് എന്ന് പറഞ്ഞാൽ ഒരു പുള്ളി മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. മറുഭാഗം കാണിച്ചുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു 4 എന്ന് പറയുന്ന സമയത്ത് എത്ര പുള്ളിയുണ്ട്? 5 പുള്ളിയുണ്ട് നിങ്ങൾ പറയുന്നു. പക്ഷേ അതും തെറ്റാണ്. 4 എന്ന് പറഞ്ഞാൽ 4 പുള്ളി മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. മറുഭാഗം കാണിച്ചുകൊണ്ട് നിങ്ങളോട് പറയുന്നു 3 എന്ന് പറയുന്ന സമയത്ത് എത്ര പുള്ളി ഉണ്ടാവും? എത്രയുണ്ട്? 2. ഇവിടെ മനുഷ്യൻ്റെ പ്രതിസാമ്യതാ ബോധമൊന്നും പ്രവർത്തിക്കുന്നില്ല. 3 എന്ന് പറഞ്ഞാൽ 3 പുള്ളി വ്യക്തമായിട്ടുണ്ട്. മറുഭാഗം കാണിച്ചുകൊണ്ട് 6 എന്ന് പറയുന്ന സമയത്ത് 6 = 6. അതായത് ഒരു ഭാഗത്ത് 3 പുള്ളിയും മറുഭാഗത്ത് 6 പുള്ളിയുമുള്ളൊരു ഷീറ്റ് ഉണ്ടെങ്കിൽ ഭംഗിയായിട്ട് മാജിക് അവതരിപ്പിക്കാം. ഒരു ഭാഗത്ത് 3 പുള്ളിയും മറുഭാഗത്ത് 6 അല്ല 7 അല്ല 8 പുള്ളിയുള്ളൊരു ഷീറ്റാണ് വേണ്ടത്. മനസ്സിലായല്ലോ അല്ലേ? ഇതാണ് മാജിക്. പഠിച്ചിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് അവതരിപ്പിക്കുക കേട്ടോ. എല്ലാവരും അഫ്സലിൻ്റെയും സിസിലിയുടെയും ഒക്കെ പാട്ട് കേൾക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ കൂടുതൽ മാജിക് കാണിക്കുന്നില്ല. ഒറ്റ മാജിക് മ്യൂസിക്കിൻ്റെ ലോകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു മാജിക് കൂടി കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് മ്യൂസിക് തരാമോ? ഒരു മ്യൂസിക് ഏതെങ്കിലും CD ഇട്ടാൽ മതി. അപ്പോൾ ഇനി സംഗീതത്തിൻ്റെ ലോകം. അഫ്സൽ, സിസിലിയൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. എല്ലാവരെയും കാണാൻ സാധിച്ചാൽ ഒരിക്കൽ കൂടി നിറഞ്ഞ സന്തോഷം എല്ലാവർക്കും.